ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പം ഒരുപാട് നാളായി വീഡിയോ ചെയ്തിട്ട്. അവസാന വീഡിയോയിൽ നിങ്ങൾ ചെക്ക് ചെയ്താൽ അറിയാം, ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഏതാണ്ട് $20,000 താഴെ നിന്ന സമയത്താണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത്. നമ്മൾ വീഡിയോ ചെയ്ത സമയത്ത് $15,000 $20,000 താഴെ ആ ഒരു റേഞ്ചിലൊക്കെ ഞാൻ മാക്സിമം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബൈ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിറ്റ്കോയിൻ ബൈ ചെയ്തോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വാങ്ങി. ഇപ്പം നിങ്ങൾ പ്രൈസ് എത്രയാണെന്നറിയാം, $1,25,000 വരെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു, 24 വരെയൊക്കെ. അപ്പോൾ വെറും $15,000 to $20,000 താഴെ വന്ന സമയത്ത് 18-നും 17-നും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു റേഞ്ചിലൊക്കെ ബൈ ചെയ്തവർക്ക് നല്ലൊരു പ്രൈസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ ബൈ ചെയ്തവർക്ക് നല്ലൊരു പ്രോഫിറ്റ് ഇപ്പം തന്നെ അറിയാമല്ലോ. ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഹൈ എന്ന് പറഞ്ഞാൽ $1,24,000 മുകളിൽ പോയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു റേഞ്ചിൽ ഞാനന്ന് ബൈ ചെയ്ത്, അന്ന് ബിറ്റ്കോയിൻ ആയിരുന്നു ഞാൻ പറഞ്ഞിരുന്നത് ബൈ ചെയ്തോന്ന്. പക്ഷേ ഞാൻ ഇപ്പം പറയുന്നു, ഇപ്പം നമുക്ക് ഇതിൻ്റെ ഒരു ടോപ്പ്, ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ബിറ്റ്കോയിൻ്റെ ടോപ്പ് ഞാൻ എൻ്റെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് ഡിസംബർ, അതായത് നവംബറിന് മാക്സിമം നവംബറിനുള്ളിൽ തന്നെ ഈ ഒരു ഹൈയിൽ എത്തും. ബിറ്റ്കോയിൻ്റെ ഹൈ ക്രിയേറ്റ് ആയിട്ട് നമുക്കൊരു ക്രാഷ്, നല്ലൊരു ഹെവി ക്രാഷ് ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ബൈ ചെയ്യാൻ ആൾട്ട്കോയിൻസ് ഇനി ബൈ ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. ഞാൻ ഇതുവരെ പറഞ്ഞത് ബിറ്റ്കോയിൻ ബൈ ചെയ്യാനായിരുന്നു. അന്ന് ആ പറഞ്ഞ സമയത്ത് 2022, 21, 22 സമയത്ത്, 23 ആ ഒരു സമയത്തെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പം നല്ലൊരു ഹൈയിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ആൾട്ട്കോയിൻസ് ബൈ ചെയ്യാൻ പറ്റിയ ടൈമാണ്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ചാർട്ട് എന്ന് പറഞ്ഞാൽ ബിറ്റ്കോയിൻ്റെ മന്ത്ലി റിട്ടേൺ % ചാർട്ടാണ്. അപ്പോൾ അതിൽ നമുക്കറിയാം, ഓഗസ്റ്റ് മാസം വരുന്ന പോസിറ്റീവിലും ആൾറെഡി നെഗറ്റീവിലാണ് അത് വരാറുള്ളത്. സെപ്റ്റംബർ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം നെഗറ്റീവിലാണ്. നമുക്ക് ഇതിനു മുമ്പേ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കൂടുതൽ മാസങ്ങൾ നെഗറ്റീവായാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു പക്ഷേ നമുക്ക് ഈ മാസം നെഗറ്റീവ് ക്ലോസ് ചെയ്ത സ്ഥിതിക്ക് അടുത്ത മാസം നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നുണ്ട് അവർ. ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഫെഡ് ചെയർമാൻ ജെറോം പവൽ. അത് കാരണം നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കുറയാൻ സാധ്യതയുണ്ട്. അപ്പം അടുത്ത മാസം സെപ്റ്റംബർ അവസാനത്തോടെ ഇൻട്രസ്റ്റ് റേറ്റ് അവർ കുറയ്ക്കുന്ന കാരണം മാർക്കറ്റിൽ നല്ല രീതിയിലുള്ളൊരു ബുള്ളിഷ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സെപ്റ്റംബർ ഒരു പക്ഷേ പകുതി വരെ ചിലപ്പോൾ നെഗറ്റീവിൽ നിന്നാലും നമുക്ക് സെപ്റ്റംബർ അവസാനത്തോടെ മാർക്കറ്റ് പോസിറ്റീവ് ആവാൻ സാധ്യതയുണ്ട്. പിന്നെ ചിലപ്പോൾ സെപ്റ്റംബർ സ്റ്റാർട്ടിങ് തൊട്ടേ തന്നെ പോസിറ്റീവ് വരാൻ സാധ്യതയുണ്ട് നമുക്ക്. കാരണം മാർക്കറ്റ് എല്ലാവരും പ്രതീക്ഷിക്കുന്ന നെഗറ്റീവാണ്, മാർക്കറ്റിലൊരു ക്രാഷാണ്. പക്ഷേ ചിലപ്പം തിരിച്ചും സംഭവിക്കാം. പിന്നെ അതുപോലെ ഒക്ടോബർ നമുക്ക് എക്സ്ട്രീമിലി ബുള്ളിഷ് ഒരു മാസമായിട്ടാണ് ഇതിനു മുമ്പെയൊക്കെ സംഭവിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, റിട്ടേൺ ആണ്ട് ഇവിടെ റിട്ടേൺ വന്നേക്കുന്നതെല്ലാം നല്ല ഹൈ റിട്ടേൺസാണ്. അതേപോലെ നവംബറും അത്യാവശ്യം, നവംബറോടുകൂടി എൻ്റെ ഈ ഒരു ബുൾ റൺ, ക്രിപ്റ്റോയിലെ ബുൾ റൺ ഈ ഒരു സീസൺ അവസാനിക്കാനുള്ള ചാൻസ് ആണ് കാണുന്നത്. അപ്പം നവംബർ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു 2-3-4 മാസം ഒരു ക്രാഷിലോട്ട് പോയിട്ട് 3 മാസം കഴിഞ്ഞിട്ട് ഒരു ഹൈയിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനു മുമ്പേ ഈ ഒരു 3-4 മാസത്തിനുള്ളിൽ അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ ഡെഡായി കിടക്കുന്ന ആൾട്ട്കോയിൻസ് നല്ലൊരു ഹൈയിലോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇപ്പം ബെസ്റ്റ് ചാൻസാണ് ഈ ഒരു ചെറിയ ഡൗൺ വന്നിട്ടുള്ള ആൾട്ട്കോയിൻസ് വാങ്ങാൻ പറ്റിയ ടൈമാണ്. അപ്പോൾ നോക്കുക, ഞാൻ ഇതിൻ്റെ ഒരു ടോപ്പ് എത്തുമ്പോൾ നമുക്ക് സെല്ല് ചെയ്ത് എക്സിറ്റ് ആവുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ആ ഒരു എക്സിറ്റ് എവിടെ ചെയ്യണമെന്നുള്ള അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. താങ്ക് യു.